നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന വാർത്തകൾ. ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF സ്ഥാനാർത്ഥികളായി സിറ്റിംഗ് MPമാർ തന്നെ മത്സരിച്ചേക്കും. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളുമായി 12ാം പഞ്ചവത്സര പദ്ധതി. കുട്ടനാട് ലയൺസ് ക്ലബിന്റെ ആജീവനാന്ത ക്യാൻസർ സുരക്ഷാ പദ്ധതി കനിവ് 2014 ജനങ്ങൾക്കായി സമർപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥിയായി CPMലെ CB ചന്ദ്രബാബുവും CPIയിലെ ചെങ്ങറ സുരേന്ദ്രനും മത്സരിക്കും. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചുവെങ്കിലും ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല. സിറ്റിംഗ് MPമാരായ KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷുമായിരിക്കും ആലപ്പുഴയിലും മാവേലിക്കരയിലും സ്ഥാനാർത്ഥികളെന്ന ധാരണയിൽ UDF പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബുവിനു വേണ്ടി ആലപ്പുഴയിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പാർട്ടി പ്രവർത്തകർ പലയിടത്തും ചുവരെഴുത്തിന്റെയും പോസ്റ്റർ പതിക്കുന്നതിന്റെയും തിരക്കിലാണ്. UDFലെ സീറ്റ് വീതം വെപ്പും കയ്യാങ്കളികളുമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിനുള്ള കാരണം. മാവേലിക്കരയിലും LDF പ്രവർത്തകർ മുൻ MP ചെങ്ങറ സുരേന്ദ്രനു വേണ്ടി പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. BJPയും ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. RSP ബോൾഷെവിക് നേതാവ് AV താമരാക്ഷനും BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വെളിയാംകുളം പരമേശ്വരനുമാണ് സാധ്യത കൽപ്പിക്കുന്നത്. ആലപ്പുഴയിൽ KC വേണുഗോപാലും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും പരസ്യപ്രചാരണം ആരംഭിച്ചിട്ടില്ല. എന്നാൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ഇരുവരും. കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ദേശീയ പദ്ധതി കൂടുതൽ വിപുലീകരിച്ചും ഏകീകരിച്ചും 12ാം പഞ്ചവത്സരകാലത്ത് നടപ്പാക്കുന്നു. നാഷണൽ മിഷൻ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ ആൻഡ് ടെക്നോളജി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മെറ്റീരിയൽ, അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ, പ്ലാന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ക്യാന്റീൻ എന്നീ 4 പദ്ധതികൾ NMATCയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിത്തുൽപാദനം വ്യാപിപ്പിക്കുവാനും മെച്ചപ്പെട്ട വിത്തുകൾ ലഭ്യമാക്കുവാനും പദ്ധതി പ്രയോജനപ്പെടും. കർഷകരിലൂടെ ഒരു വർഷം 100 ലക്ഷം കിൻഡൽ വിത്ത് ഉത്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മെഗാ ഫുഡ് പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള മാർഗരേഖ പരിഷ്കരിക്കും. ഭക്ഷ്യസംസ്കരണ മേഖലയിൽ കൂടുതൽ അടിസ്ഥാന വികസന സൌകര്യം ഉണ്ടാക്കും. കുട്ടനാട് ലയൺസ് ക്ലബിന്റെ ആജീവനാന്ത ക്യാൻസർ സുരക്ഷാ പദ്ധതി കനിവ് 2014 ജനങ്ങൾക്കായി സമർപ്പിച്ചു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടനാട് ലയൺസ് ക്ലബ് അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ആരംഭിക്കുന്ന ലയൺസ് ക്ലബിന്റെ ഈ കനിവ് 2014 ആജീവനാന്ത ക്യാൻസർ സുരക്ഷാ പദ്ധതി തീർച്ചയായും വളരെയേറെ ശ്ലാഘനീയമാണ്. ഈ പദ്ധതി മുടങ്ങാതെ നടന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഷിബു എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്, സ്നേഹിതനാണ്, സഹപ്രവർത്തകനാണ്. ഞാൻ പല തിരക്കുകൾക്കിടയിലും ഷിബു ആവശ്യപ്പെട്ടാൽ ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. ഞാനും ഈ നാട്ടുകാരൻ തന്നെയാണ്. 2 കാരണങ്ങളുണ്ട്. ഏതായാലും കുട്ടനാട് ലയൺസ് ക്ലബ് ഏർപ്പെടുത്തിയ പരിപാടി തീർച്ചയായും നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇത് മറ്റ് ലയൺസ് ക്ലബുകൾക്കും മറ്റ് ഇതുപോലെയുള്ള സാമൂഹ്യ രക്ഷാസംഘടനകൾക്കും ഒരു മാതൃകയാകാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാൻസർ രോഗം കുട്ടനാട്ടിൽ വ്യാപകമാവുകയാണ്. ക്യാൻസറിന്റെ ചികിത്സാ ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഒരാൾക്ക് 1000 രൂപ പ്രീമിയം അടച്ച് 500 പേരെ ആജീവനാന്ത ക്യാൻസർ സുരക്ഷാ പദ്ധതിയിൽ ചേർത്ത് 1 ലക്ഷം രൂപ ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതാണ് കനിവ് 2014 പദ്ധതി. കുട്ടനാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മണല അധ്യക്ഷനായി. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ തോമസ് ജോസ് പദ്ധതി ജനങ്ങൾക്കായി സമർപ്പിച്ചു. ആന്റണി സെബാസ്റ്റ്യൻ, ജോസഫ് മാത്യു തുറവശ്ശേരി, MC കുഞ്ചപ്പൻ മുണ്ടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോജക്ട് കോർഡിനേറ്റർ മാത്യു കൂട്ടുമേൽ പദ്ധതി വിശദീകരിച്ചു. കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജനറൽ ബോഡി യോഗം ശനിയാഴ്ച 9 നെടുമുടി NSHSൽ നടക്കും. തുടർന്ന് നടക്കുന്ന 11 താലൂക്ക് തല പ്രവർത്തക സംഗമം സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം ഷംസുദ്ദീൻ കായപ്പുറം ഉദ്ഘാടനം ചെയ്യും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്,
100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. തുടർ വാർത്തകളിലേക്ക്. ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശാനുസരണം കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗം തിങ്കളാഴ്ച നടക്കും. കുട്ടനാട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ 11 നടക്കുന്ന യോഗത്തിൽ ARO അധ്യക്ഷത വഹിക്കും. വിദ്യാഭ്യാസ വായ്പയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കെ പണം ഉടനെ അടയ്ക്കണമെന്ന് ബാങ്കുകൾ. ദേശസാൽകൃത സ്വകാര്യ ബാങ്കുകൾ സമ്മർദ്ദം ശക്തമാക്കുന്നു. കേരളത്തിൽ 7 ലക്ഷത്തോളം പേർ വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടുണ്ട്. ബാങ്കുകളുടെ സമ്മർദ്ദം കൂടുതൽ വിഷമിപ്പിക്കുന്നത് നഴ്സിംഗ് പഠനത്തിന് വായ്പയെടുത്തവരെയാണ്. പഠിച്ചിറങ്ങിയെങ്കിലും പലർക്കും ജോലി ലഭിച്ചിട്ടില്ല. ജോലി ലഭിച്ചവർക്ക് തന്നെ 5000 രൂപയിൽ താഴെയാണ് ശമ്പളം. കേരളത്തിൽ 40,000-ലധികം നഴ്സുമാർ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ജപ്തി ഭീഷണി നേരിടുകയാണ്. ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കവെയാണ് 2009 മാർച്ച് 31 വരെ എടുത്ത വിദ്യാഭ്യാസ വായ്പയ്ക്ക് ധനമന്ത്രി P. ചിദംബരം മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനുശേഷം ബാങ്കുകൾ പണം ഉടനെ അടയ്ക്കാൻ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. വായ്പയെടുത്തവരെ വിളിച്ചുവരുത്തിയാണ് പണം തിരികെ അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. ചില രേഖകളിൽ ഒപ്പിട്ട് നൽകാനും ആവശ്യപ്പെടുന്നുണ്ട്. ചെമ്പുംപുറം പുളിക്കൽക്കാവ് ക്ഷേത്രം മുതൽ ചെമ്പുംപുറം ഹെൽത്ത് സെന്റർ വരെയുള്ള വഴി നന്നാക്കുന്നതിൽ പഞ്ചായത്ത് അലംഭാവം തുടരുന്നു. നടവഴി നടുവൊടിക്കുന്നതായി നാട്ടുകാർ. ചെമ്പുംപുറംകാരുടെ നിരവധി വർഷങ്ങളായുള്ള ആവശ്യമാണ് ആശുപത്രിയിലേക്ക് എത്താൻ ഒരു ആംബുലൻസ് റോഡ്. വഴിക്ക് സമാന്തരമായുള്ള റോഡ് കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കല്ലുകെട്ടിയപ്പോൾ വഴിയുടെ വീതി കുറഞ്ഞു. ചെമ്പുംപുറം ഹെൽത്ത് സെന്ററിലേക്ക് എത്താൻ ആകെയുള്ള വഴിയാണിത്. പഞ്ചായത്ത് മെമ്പറോടും മറ്റ് ബന്ധപ്പെട്ടവരോടും പരാതി പറഞ്ഞ് നാട്ടുകാർ മടുത്തു. ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും സമയത്ത് എത്തിച്ചേരാൻ സാധിക്കാതെ വരുന്നതും സഞ്ചാരയോഗ്യമല്ലാത്ത വഴി നിമിത്തമാണ്. ഈ നാട് മുഴുവൻ വികസിച്ചിട്ടും വികസിക്കാതെ കിടക്കുന്ന ഏക സ്ഥലമാണ് ചെമ്പുംപുറം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഹെൽത്ത് സെന്ററിലേക്കുള്ള ഒരു 5 മീറ്റർ റോഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതിലെ ഒരു വാഹനങ്ങൾ തന്നെ നടന്നു പോകത്തില്ല. ഒരു രോഗിയെ കൊണ്ട് ഇതിലേ പോകുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. ഈ സ്ഥലത്തെ MLA ഉണ്ട്, MP ഉണ്ട്, ആരെല്ലാം ഉണ്ടെങ്കിലും ശരി, ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു പ്രയോജനവും കൊണ്ട് കിട്ടിയിട്ടില്ല. കണ്ടാരക്കുള്ള AC റോഡ്, വിളക്കുമല റോഡാണെങ്കിൽ പകുതി പൂർത്തി വരെ വന്നു നിൽക്കുകയാണ്. തെക്കോട്ട് ഹെൽത്ത് സെന്റർ വരെ പോകാനായിട്ട് ഒരു വാഹനത്തിനും സാധ്യമല്ല. നിരന്തരം നിരവധി രോഗികളും അമ്പലത്തിലേക്ക് ധാരാളം ഭക്തരംഗം വരുന്ന ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് അധികൃതരുടെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണമെന്ന് ആണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇതിലെ വള്ളത്തേലോ ഒന്നും തന്നെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. തോട്ടിലുള്ള പായലുകൾ നിറഞ്ഞ് കിടക്കുന്നു. ഒരു വള്ളവും അതിൽ കൂടെ പോകില്ല. അങ്ങനെ റോഡ് മാർഗമോ യാതൊരുവിധ സഞ്ചാരത്തിനും യോഗ്യമല്ലാതെ കിടക്കുന്ന ഈ പ്രദേശത്തിന്റെ അടിയന്തര വികസനത്തിലുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1995 അധികാര വികേന്ദ്രീകരണത്തിന് ശേഷം ഗ്രാമപഞ്ചായത്തുകൾക്ക് സംസ്ഥാന സർക്കാർ ഒട്ടനവധി ചുമതലകളും അധികാരവും കൈമാറി.
ഭരണ പൊതുസേവനങ്ങൾക്ക് പുറമെ സാമൂഹികക്ഷേമ പദ്ധതികളുടെ വിതരണം, ഗ്രാമതലത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ്, വാർഷിക പദ്ധതികളുടെ രൂപവൽക്കരണം തുടങ്ങിയവയാണ് ഇവ. ജനനമരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി 33 ഇനങ്ങളിൽ പലതരം അനുമതികളും നൽകുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണ സംവിധാനം, ജീവനക്കാരുടെ എണ്ണം, നടപ്പാക്കുന്ന ഭരണവികസന പദ്ധതികളുടെ വ്യാപ്തി എന്നിവ പരിശോധിക്കുമ്പോൾ ഇത്തരം ഭരണപരമായ സേവനങ്ങളുടെ വിതരണം പൊതുവിൽ തൃപ്തികരവുമാണ്. എന്നാൽ പൌരജീവിതവുമായി ബന്ധപ്പെട്ട പൊതുസേവനങ്ങൾ, സിവിക് സർവീസുകൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ നില പരിതാപകരമാണ്. മാലിന്യ നിർമ്മാർജ്ജനം, പൊതുചന്തകൾ നിർമ്മിക്കൽ, ശുചിത്വ പാലനം, സാംക്രമിക രോഗങ്ങൾ തടയൽ, ഹോട്ടൽ ആഹാര പരിശോധന, നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും തടയിടൽ, കരാറുകാർ ഏറ്റെടുത്ത പദ്ധതികൾ കൃത്യമായി പരിശോധിക്കുക, പൊതു അറവശാല തുടങ്ങിയ 22ഓളം പൌരസേവനങ്ങളിൽ വിരലിലെണ്ണാവുന്നവ പോലും പല ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ചുരുക്കത്തിൽ പൌരജീവിത സംബന്ധിയായ സുപ്രധാന സേവനങ്ങൾ നൽകുന്നതിൽ ഗ്രാമപഞ്ചായത്തുകൾ തീർത്തും പരാജയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ മോശമാകുന്ന പൊതുജനാരോഗ്യ സ്ഥിതിക്കും വർദ്ധിച്ചുവരുന്ന രോഗങ്ങൾക്കും ഒരു പ്രധാന കാരണം പൊതുസേവനങ്ങൾ നൽകുന്നതിൽ ഗ്രാമപഞ്ചായത്തുകൾ കാണിക്കുന്ന അനാസ്ഥയും പിടിപ്പുകേടുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. കുട്ടനാട്ടിലെ കാര്യമെടുത്തു നോക്കിയാൽ ഹോട്ടലുകളിൽ വിൽക്കുന്ന ഭക്ഷണം ഭക്ഷ്യയോഗ്യമാണോ എന്ന് പരിശോധിച്ചിട്ട് കാലമെത്രയായി. ആഹാര സാധനങ്ങളിൽ മായം ചേർക്കുന്നത് തടയാൻ പഞ്ചായത്തുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അറവുമാടുകളും വിൽക്കപ്പെടുന്ന ഇറച്ചിയും പരിശോധിക്കപ്പെടുന്നില്ല. അറവുമാടുകളുടെ മാലിന്യം പൊതുജലാശയങ്ങളിലേക്ക് തള്ളുന്നത് നിത്യക്കാഴ്ചയായിട്ടും യാതൊരു നടപടിയുമില്ല. അനധികൃത വിദേശ മദ്യ വിൽപ്പനയും മദ്യം കഴിക്കുവാനുള്ള സൌകര്യമൊരുക്കുന്ന ഹോട്ടലുകളും ഷാപ്പുകളും ഏതൊക്കെയെന്നോ കൃത്യമായി ഗ്രാമപഞ്ചായത്തുകൾക്ക് അറിയാമെങ്കിലും യാതൊരു പരിശോധനയും ഇല്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ഗ്രാമപഞ്ചായത്തുകൾ ആരെയൊക്കെയോ ഭയക്കുന്നത് പോലെ ഒരു ശങ്ക വന്നിട്ട് കാര്യമില്ല. പൊതുകക്കൂസുള്ള എത്ര ഗ്രാമപഞ്ചായത്തുണ്ട് കുട്ടനാട്ടിൽ? ന്യൂസ് ഡെസ്ക് KC. ചെറുകര SNDP യോഗം ജ്ഞാനേശ്വരം ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ കുംഭഭരണി പൊങ്കാല നടന്നു. ചലച്ചിത്ര പിന്നണി ഗായിക ഗായത്രി സുരേഷ് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് V. ശിവദാസ് പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നു. പൊങ്കാല അർപ്പിക്കൽ ചടങ്ങുകൾക്ക് ശേഷം പട്ടണക്കാട് ശ്രീതിലകിന്റെ ദേവസ്തോത്ര സംഗീതികയും നടന്നു. പട്ടികജാതി വിഭാഗങ്ങളുടെ സംവരണം അട്ടിമറിക്കുന്നതിനെതിരെ സംസ്ഥാന തലത്തിൽ ഈ മാസം 14-ന് ഉപവാസ സമരം നടത്തുമെന്ന് ഓൾ കേരള പട്ടികജാതി വർഗ ഐക്യവേദി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം R. ശെൽവരാജ് MLA ഉദ്ഘാടനം ചെയ്യും. ചരമവാർത്തകൾ. മങ്കൊമ്പ് തെക്കേക്കര നടുവിലെപ്പറമ്പിൽ അന്നമ്മ ജോസഫ് നിര്യാതയായി 89 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10-ന് തെക്കേക്കര സെന്റ് ജോൺസ് ദേവാലയ സെമിത്തേരിയിൽ. പുളിങ്കുന്ന് കളത്തിപ്പറമ്പിൽ KG വർഗീസ് നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുട്ടാർ മാലുകളത്തിൽ സോണിയയുടെ മകൾ ചിന്നു നിര്യാതയായി 2 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF സ്ഥാനാർത്ഥികളായി സിറ്റിംഗ് MPമാർ തന്നെ മത്സരിച്ചേക്കും. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളുമായി 12ാം പഞ്ചവത്സര പദ്ധതി. കുട്ടനാട് ലയൺസ് ക്ലബിന്റെ ആജീവനാന്ത ക്യാൻസർ സുരക്ഷാ പദ്ധതി കനിവ് 2014 ജനങ്ങൾക്കായി സമർപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.